ഹലോ, ഇന്ന് നമുക്ക് നല്ല അസൽ പൊറോട്ടയും മുട്ടക്കറി ആയാലോ? സാധാരണ നമ്മൾ മലയാളികൾക്ക് പൊറോട്ടയും ബീഫും എന്ന് പറയുന്നതാവും കുറച്ച് കൂടുതൽ ഇഷ്ടമുണ്ടാവുക. പക്ഷേ ഈ പറയുന്ന ഐറ്റംസ് എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാൻ നല്ല അസൽ മുട്ടക്കറിയാക്കിയിട്ട് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. ഈ ഫ്രോസൺ പൊറോട്ട ഞാൻ സാധാരണഗതിയിൽ ഇളം ചൂടുവെള്ളത്തിൽ മുക്കിയിട്ട് ഞാനത് തവയിലിട്ട് ചുട്ടെടുക്കാറാണ് പതിവ്. സാധാരണഗതിയിൽ എനിക്ക് നല്ല സോഫ്റ്റായിട്ടത് കിട്ടും. അപ്പോൾ എൻ്റെ ധൃതി കാരണം ഞാൻ ഇന്ന് പെട്ടെന്ന് തന്നെ തവയിലിട്ട് ചുട്ടങ്ങ് എടുത്തു. സോഫ്റ്റ്നെസ്സിന് കുറവില്ല, ടേസ്റ്റിനും വലിയ കുറവൊന്നുമില്ല കേട്ടോ. ഇത് ഞാൻ ഇന്നുണ്ടാക്കിയ മുട്ടക്കറി സാധാരണ ഫ്ലോപ്പ് ആവാറാണെങ്കിലും ഇന്ന് നല്ല അസലായി വന്നിട്ടുണ്ട്. നല്ല നാടൻ രീതിയിൽ പൊറോട്ട അടിക്കുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അങ്ങനെ അടിച്ചുണ്ടാക്കുന്ന പൊറോട്ടയ്ക്ക് ഒരു ടേസ്റ്റ് കൂടുതൽ തന്നെയാണ് അല്ലേ, ഒരു സോഫ്റ്റ്നെസ്സും കൂടുതൽ തന്നെയാണ്. അപ്പോൾ നല്ല ചൂട് പൊറോട്ടയിലേക്ക് നല്ല ചൂടായ മുട്ടക്കറി ഒഴിച്ചിട്ട് ആ പൊറോട്ട ഇങ്ങനെ പിച്ചി എടുത്തിട്ട് മുട്ടക്കഷ്ണവും വെച്ചിട്ട് ഒന്ന് കഴിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ടേസ്റ്റും ആ ഒരു സുഖമൊക്കെ ഉണ്ടല്ലോ, അതും ഒന്ന് വേറെ തന്നെയാണ്. പൊറോട്ടയുടെയും ബീഫിൻ്റെയും അത്ര തന്നെ ടേസ്റ്റിനോളം വരൂലെങ്കിലും ഇതും ടേസ്റ്റിന് ഒട്ടും കുറവില്ലാത്തൊരു സാധനമാണ്. പ്രത്യേകിച്ച് നമ്മൾ പുറത്തൊക്കെ നിൽക്കുന്ന മലയാളികൾക്ക്